ശബരിമലയിൽ തിരക്ക് സാധാരണ നിലയിൽ. നിലവിൽ 75,000 പേർക്കാണ് ശബരിമലയിൽ വെർച്വൽ ക്യൂ വഴി പ്രവേശനമുള്ളത്. തിരക്കനുസരിച്ച് സ്പോട്ട് ബുക്കിംഗ് 5,000-ൽ നിന്നും ഉയർത്താനും ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും ഇനി നീക്കങ്ങൾ ഉണ്ടാവുക. അഖിൽ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സന്നിധാനത്ത് നിന്നും അഖിൽ, ഗുഡ് മോർണിംഗ്. അതായത് നിരക്ക് സാധാരണ നിലയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതെ, സാധാരണ നിലയിലേക്ക് തിരക്ക് എത്തിയിരിക്കുന്നു. തിരക്ക് ഉണ്ട് എങ്കിൽ പോലും നിയന്ത്രണങ്ങളോടുകൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. സുഗമമായിട്ടുള്ള ദർശനം നടത്തി തന്നെയാണ് ഓരോ അയ്യപ്പ ഭക്തനും മലയിറങ്ങുന്നത്, അല്ലേ അഖിൽ? ഭദ്ര, തീർച്ചയായും ശബരിമലയിൽ നിലവിൽ സാധാരണ നിലയിലാണ്. സാധാരണ മണ്ഡല മകരവിളക്ക് മഹോത്സവ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന സാധാരണ തിരക്ക് മാത്രമാണ് നിലവിൽ ഇപ്പോൾ ശബരിമലയിലുള്ളത്. അതിനപ്പുറത്തേക്ക് വലിയൊരു തിരക്കോ വലിയ പ്രശ്നങ്ങളോ ഒന്നും തന്നെ നിലവിൽ ശബരിമലയിലില്ല. ആർക്കും അധിക സമയം വരി നിൽക്കേണ്ടി വരുന്നില്ല. പമ്പ മുതൽ സന്നിധാനം വരെയുള്ള ഒരു വഴിയിലും ആളുകൾക്ക് അധികമായി വരി നിൽക്കേണ്ട സാഹചര്യങ്ങളോ ഒന്നും തന്നെയില്ല. നിലവിൽ വലിയ നടപ്പന്തലിൽ മാത്രം അല്പസമയം, അതും അരമണിക്കൂറിൽ താഴെ മാത്രമാണ് ആളുകൾക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നത്. ശബരിമലയിലെ സാഹചര്യം അറിയുന്നവർക്കറിയാം, വരി നിൽക്കാതെ അല്ലെങ്കിൽ അല്പസമയമെങ്കിലും കാത്തു നിൽക്കാതെ ഒരിക്കലും സന്നിധാനത്തേക്ക് എത്താൻ കഴിയില്ല. അത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരക്ക് ശബരിമലയിൽ ഒരിടത്തും തന്നെയില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് സോപാനത്തിനടുത്താണ്. സോപാനത്തിനടുത്ത് സാധാരണയുള്ള ആളുകൾ മാത്രമാണുള്ളത്. നിലവിൽ ആളുകൾക്ക് കൃത്യമായി വരി നിന്ന് കൃത്യമായി സമാധാനമായ ആളുകൾക്ക് സോപാനത്തിലേക്ക് എത്തി ദർശനം പൂർത്തിയാക്കി, ഭംഗിയായി ദർശനം പൂർത്തിയാക്കി മടങ്ങുന്നൊരു കാഴ്ചയുണ്ട്. ആളുകളെല്ലാം തന്നെ വളരെ സംതൃപ്തരാണ്. നമ്മൾ തീർത്ഥാടകരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരെല്ലാവരും തന്നെ വളരെ സംതൃപ്തരാണ്. അവർക്ക് ആവശ്യത്തിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ശബരിമലയിൽ നിലവിൽ ലഭ്യമാണ്. അത്തരത്തിൽ വളരെ ഭംഗിയായിട്ടാണ് നിലവിൽ ശബരിമലയിലെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ സമയമായതിനാൽ നല്ല മഞ്ഞുണ്ട്, നല്ല കാലാവസ്ഥയാണ്. അത്തരത്തിൽ വളരെ സുഖകരമായ ദർശനം പൂർത്തിയാക്കിയാണ് നിലവിൽ ശബരിമല സന്നിധാനത്തു നിന്നും ഓരോ ഭക്തരും മലയിറങ്ങി പോകുന്നത്. ഭദ്ര. അതെ, തീർച്ചയായും. എന്തായാലും അഖില, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്ന് നടക്കുന്നുണ്ടല്ലേ പമ്പയിൽ? കാരണം ഇന്ന് മന്ത്രി വി എൻ വാസവൻ കഴിഞ്ഞ ദിവസം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സമഗ്രമായിട്ടുള്ള വിലയിരുത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ഇന്നിപ്പോൾ യോഗം ചേരുന്നുണ്ട്. എപ്പോഴാണ് അഖിൽ ഈ യോഗം ചേരുന്നത്? എങ്ങനെയാണ് കാര്യങ്ങൾ? ഭദ്ര, ഇന്നലെ രാത്രി 9:30 കൂടിയാണ് മന്ത്രി വി എൻ വാസവൻ സന്നിധാനത്ത് എത്തിച്ചേർന്നത്. പമ്പയിൽ നിന്ന് കാൽനടയായി തീർത്ഥാടകർക്കായി ദേവസ്വം ബോർഡും പോലീസും സർക്കാരും ചേർന്ന് ഒരുക്കിയിട്ടുള്ള മുഴുവൻ സൗകര്യങ്ങളും വിലയിരുത്തി കാൽനടയായി അദ്ദേഹം സന്നിധാനത്തെത്തി. വലിയ നടപ്പന്തലിലെത്തി അദ്ദേഹം. അതിനുശേഷം അവിടുന്ന് സോപാനത്തെത്തി തന്ത്രിയെയും മേൽശാന്തിയെയും കണ്ടു. നിലവിലെ ശബരിമലയിലെ കാര്യങ്ങൾ വിലയിരുത്തി. മന്ത്രിക്ക്, നമുക്കറിയാം, മന്ത്രിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ തന്ത്രിക്ക് ശബരിമലയുടെ കാര്യങ്ങൾ ഇടപെടുന്നതിന് വിലക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഇളവോടുകൂടിയാണ് നിലവിൽ പെരുമാറ്റച്ചട്ടത്തിൽ ഇളവ് വന്നത് പ്രകാരമാണ് നിലവിൽ ശബരിമലയുടെ കാര്യങ്ങൾ ഇടപെടാനും അവലോകന യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നതിനും മന്ത്രിക്ക് അനുമതി ലഭിച്ചത്. മന്ത്രി നിലവിൽ ശബരിമല സന്നിധാനം ഗസ്റ്റ് ഹൗസിൽ തന്നെ ഉണ്ട്. അല്പസമയത്തിനകം മന്ത്രി സന്നിധാനത്തേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. ഇന്നലെ അദ്ദേഹം സന്നിധാനത്തെത്തി എല്ലാ കാര്യങ്ങളും വിലയിരുത്തിയിരുന്നു. അതിനുശേഷം സന്നിധാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP എസ് ശ്രീജിത്തും ദേവസ്വം സെക്രട്ടറി A രാജമാണിക്യം, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരുമായി അദ്ദേഹം അരമണിക്കൂറോളം ചർച്ച നടത്തി. ശബരിമലയിലെ നിലവിലെ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം പരിശോധിച്ചു. അത്തരത്തിൽ വളരെ കാര്യക്ഷമമായിട്ടാണ് ശബരിമലയിലെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും ഇടപെടുന്നത്. മന്ത്രിതലങ്ങളിൽ അവലോകന യോഗങ്ങൾ ചേരാതെ പോയതുകൊണ്ടാണ് ശബരിമലയിലെ കാര്യങ്ങളിൽ ഇളവ് വന്നത് കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നൊരു ആക്ഷേപമുണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതുകൊണ്ടാണ് അങ്ങനൊരു പ്രശ്നമുണ്ടായത്. ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ ഗസ്റ്റ് ഹൗസിൽ നിന്നിറങ്ങി സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് കരുതുന്നു. ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ ശബരിമല സന്നിധാനത്തേക്ക് വീണ്ടും എത്തുകയാണ്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറും മറ്റുദ്യോഗസ്ഥരും അദ്ദേഹത്തിനൊപ്പമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഭദ്ര, ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടെന്ന് തോന്നുന്നു. മന്ത്രി വി എൻ വാസവൻ ഇപ്പോൾ മറ്റുദ്യോഗസ്ഥരോടൊപ്പം ശബരിമല സന്നിധാനത്തേക്ക് എത്തുകയാണ്. ശബരിമല സന്നിധാനത്തെത്തിയ അദ്ദേഹം ശബരിമല സോപാനത്തെത്തി ദർശനം നടത്തും. അതിനുശേഷം തന്ത്രി, മേൽശാന്തി തുടങ്ങിയ ആളുകളുമായി കാര്യങ്ങൾ സംസാരിക്കും. അതിനുശേഷമായിരിക്കും രാവിലെ 10:30 പമ്പയിൽ അവലോകന യോഗം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവലോകന യോഗത്തിലേക്ക് എത്തിച്ചേരുക. ഇവിടുന്ന് കാൽനടയായി തന്നെ അദ്ദേഹം മലയിറങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പമ്പയിൽ വിവിധ വകുപ്പുകൾ, ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏകോപനം നടത്തുന്ന വിവിധ വകുപ്പുകളുടെ
വനം വകുപ്പും ഫയർഫോഴ്സും പോലീസും അടക്കമുള്ള എല്ലാ വകുപ്പ് മേധാവികളുടെയും യോഗമാണ് ഇന്ന് പമ്പയിൽ രാവിലെ 10:30 ചേരുന്നത്. മന്ത്രി VN വാസവൻ അതിന് അധ്യക്ഷത വഹിക്കും. എന്നാൽ അതിനുശേഷം മാധ്യമങ്ങളെ കാണില്ല എന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ 18-ാം പടിക്ക് സമീപം നിന്ന് 18-ാം പടി കയറി വരുന്ന തീർത്ഥാടകരുടെ നിലവിൽ 18-ാം പടി കയറി വരുന്ന തീർത്ഥാടകരുടെ അവസ്ഥ അദ്ദേഹം പരിശോധിക്കുകയാണ്. അത്തരത്തിൽ വളരെ ഭംഗിയായിട്ടാണ് സർക്കാരും ദേവസ്വം ബോർഡും ശബരിമലയിലെ മണ്ഡലമകര മഹോത്സവത്തിൻ്റെ തീർത്ഥാടനം ഭംഗിയായി നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും നിലവിൽ ചെയ്തു കഴിഞ്ഞു. അത്തരത്തിലാണ് നിലവിൽ കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭദ്ര.